ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ സമഗ്രമായ മാസഫലത്തിലേക്ക് സ്വാഗതം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. മകരം രാശിയുടെ രാശിയധിപൻ ശനിദേവാണ്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിന്റെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത്. സെപ്റ്റംബർ മാസം മകരം രാശിക്കാർക്ക് കഴിവുകളും പരിശ്രമവും ഉപയോഗിച്ച് മുന്നേറാൻ കഴിയുന്ന, അതോടൊപ്പം ചില കാര്യങ്ങളിൽ ക്ഷമയും സൂക്ഷ്മതയും ആവശ്യമായ ഒരു മാസമാണ്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹനില ഏതാണെന്ന് നോക്കാം. രാശി അധിപനായ ശനി 3ാം ഭാവത്തിൽ, 2-ൽ രാഹു, 6-ൽ ചൊവ്വ, 7-ൽ വ്യാഴം, 8-ൽ സൂര്യൻ, കേതു, ബുധനും 9-ൽ ശുക്രനുമാണ്. കൂടാതെ സെപ്റ്റംബർ 3-ന് ശുക്രന്റെ രാശി പരിവർത്തനം, 7 സെപ്റ്റംബറിന് ബുധന്റെ, അതുപോലെ തന്നെ 17 സെപ്റ്റംബറിന് സൂര്യൻ 9ാം ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ചൊവ്വ 19 സെപ്റ്റംബറിന് നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഗ്രഹനിലകൾ അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും? 7 സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഷോൾഡർ പെയിൻ ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ 8ാം ഭാവത്തിലെ ഗ്രഹസ്വാധീനം നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ, ക്ഷീണം, ഉറക്കക്കുറവ്, ഉദര സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത. അത് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും വരില്ല, അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. മെഡിക്കൽ സ്റ്റോറിൽ ഏതായാലും പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കാം. ശനി 3ാം ഭാവത്തിൽ ഉള്ളതിനാൽ കൂടുതൽ അമിതമായിട്ടുള്ള ജോലി, ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം. തീർച്ചയായും ജീവിതശൈലി, നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി തന്നെ തുടങ്ങുക. സമയത്ത് ഭക്ഷണം കഴിക്കുക, മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക, ദിവസവും ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ശീലമാക്കുക. എഡ്യൂക്കേഷൻ, വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്തെ കോൺസെൻട്രേഷൻ കുറയുകയോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുക്കുകയോ ചെയ്യാം. എന്നാൽ സെപ്റ്റംബർ 7-ന് ശേഷം ബുധൻ 9ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും, അതുപോലെ തന്നെ നിങ്ങളുടെ നോളജൊക്കെ കൂടുന്നതിനും, കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും ഇവയ്ക്കുള്ള അനുകൂല സമയം തന്നെയാണ്. കൂടാതെ വിദേശ പഠനത്തിനും ഹയർ എഡ്യൂക്കേഷനും പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫലം തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന സമയം. കൂടാതെ സെപ്റ്റംബർ 3-ന് ശുക്രൻ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. മകരം രാശിക്കാർക്ക് ഇത് തൊഴിൽ, കരിയർ, ബിസിനസ്, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ തന്നെ വഴിയൊരുക്കും. ഇവിടെ മാലവ്യ മഹാപുരുഷ യോഗത്തിൻ്റെ സ്വാധീനം പ്രത്യേകം ശ്രദ്ധേയമാണ്. ശുക്രൻ സ്വന്തം രാശിയിലോ ഉച്ചരാശിയിലോ കേന്ദ്രസ്ഥാനത്ത് ശക്തമായി നിൽക്കുമ്പോഴാണ് മാലവ്യ മഹാപുരുഷ യോഗം രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ശുക്രന് 10ാം ഭാവത്തിൽ ശക്തമായ സ്ഥാനമാണ് ലഭിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കരിയർ, പ്രൊഫഷണൽ ലൈഫിലുള്ള ഒരു നേട്ടം, സാമ്പത്തിക നേട്ടം, സൗകര്യങ്ങൾ, കലാരംഗം, ലക്ഷറി റിലേറ്റഡ് ആയുള്ള മേഖലകൾ, പബ്ലിക് ഡീലിംഗ് എന്നിവയിൽ ശുക്രൻ്റെ ഗുണഫലങ്ങൾ പ്രകടമാക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഈ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്നേഹബന്ധം, മാസത്തിൻ്റെ ആദ്യ ഭാഗത്തെ നിങ്ങൾക്ക് പങ്കാളിയുടെ വാക്കുകൾ തെറ്റായി മനസ്സിലാക്കുകയോ സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുകയോ ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകാം. എന്നാൽ ബുധൻ 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുന്നതായിരിക്കും. പ്രണയബന്ധത്തിൽ ഉള്ളവർ ഭാവിയെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കാനും ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നും ഇതുവരെ നിങ്ങൾക്ക് ഒരു സ്നേഹബന്ധം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം കിട്ടുന്നതിനുള്ള സാധ്യതയാണ്. അത് സുഹൃത്ത് ബന്ധം, അത് മാരേജിലേക്ക് പോകുന്നതിനുള്ള സാധ്യത കൂടി ഉണ്ട്. കൂടാതെ പ്രണയവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് കുടുംബത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം, ഈ മാസം
മകരം രാശിക്കാർക്ക് പൊതുവെ നല്ല പിന്തുണയുള്ള മാസമാണ്. 7ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള ഗുരു വിവാഹ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വിവാഹം വൈകുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. വിവാഹിതർക്ക് പങ്കാളിയിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നതിനുള്ള സാധ്യത. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം തുറന്ന് സംസാരിക്കുകയും ഒരാളുടെ അഭിപ്രായം മറ്റൊരാൾ മാനിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഭാഗ്യം. മാസത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ സെപ്റ്റംബർ 7 ശേഷമുള്ള കാലഘട്ടം ഭാഗ്യപരമായി കൂടുതൽ അനുകൂലമാണ്. ബുധൻ്റെ 9ാം ഭാവസ്ഥിതിയും തുടർന്ന് സെപ്റ്റംബർ 17 സൂര്യൻ്റെ 9ാം ഭാവപ്രവേശനവും ഭാഗ്യം. നിങ്ങളുടെ ഹയർ നോളജ്, യാത്രകൾ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, വിദേശ ബന്ധങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ഇവ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചെയ്യുക. അത് തീർച്ചയായും വിജയത്തിലേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും. ദൂരയാത്രകൾക്കും വിദേശ കാര്യങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. വിദേശ ജോലി, ഹയർ സ്റ്റഡീസ്, വിസ, ട്രാവൽ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളിൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ സെപ്റ്റംബറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് നിങ്ങൾക്ക്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 3 ശേഷം ശുക്രൻ്റെ 10ാം ഭാവപ്രവേശനം തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇൻ്റർവ്യൂസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നല്ല സ്ഥാപനങ്ങളിൽ നിന്നും അവസരങ്ങൾ എന്നിവ ലഭിക്കാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പൊസിഷൻ മാറ്റം, പുതിയ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് ഒരു അംഗീകാരം നിങ്ങളുടെ ഓഫീസിൽ നിന്നും, സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് എന്നിവയ്ക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ മാസം മാനേജ്മെൻറ്റ്, ഫിനാൻസ്, ബാങ്കിങ്, ഡിസൈൻ, ബ്യൂട്ടി, ലക്ഷറി പ്രൊഡക്റ്റ്, ഹോസ്പിറ്റാലിറ്റി, മീഡിയ, ആർട്സ്, പബ്ലിക് റിലേഷൻ തുടങ്ങിയ ശുക്ര സ്വഭാവമുള്ള മേഖലയിൽ ഉള്ളവർക്ക് പ്രത്യേകമായ ഗുണം ലഭിക്കും. മാളവ്യ യോഗത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ സ്വന്തം കഴിവ് മറ്റുള്ളവർക്ക് കാണിക്കാൻ മടിക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശ്രദ്ധേയമായ വളർച്ചയ്ക്കുള്ള സാധ്യത. 7ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ ഗുരു ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ക്ലയൻസ്, കോണ്ടാക്റ്റുകൾ, പബ്ലിക് റിലേഷൻ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നവർ നിർബന്ധമായും വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. സെപ്റ്റംബർ 3 ശേഷം ശുക്രൻ 10ാം ഭാവത്തിൽ വരുന്നത് ബിസിനസ് ഇമേജ് മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നതിനും സഹായിക്കും. മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, ബ്യൂട്ടി, ഫാഷൻ, ഹോസ്പിറ്റാലിറ്റി, ലക്ഷറി, ക്രിയേറ്റീവ് മേഖലയിൽ ഉള്ളവർക്ക് പ്രത്യേക അവസരങ്ങൾ ലഭിക്കുന്ന മാസമാണ്. സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ. സെപ്റ്റംബർ 3 ശുക്രൻ 10ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ കരിയർ, ബിസിനസ്, റെപ്യൂട്ടേഷൻ എന്നിവയിൽ നല്ല മാറ്റങ്ങൾക്കുള്ള സാധ്യത. സെപ്റ്റംബർ 7 ബുധൻ 9ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, ട്രാവൽ, ലക്ക്, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ മെച്ചം. സെപ്റ്റംബർ 17 സൂര്യൻ 9ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ ഗുരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പിതാവുമായിട്ടുള്ള കാര്യങ്ങൾ, യാത്രകൾ എന്നിവയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുന്നതിനുള്ള സമയം. അതുപോലെ തന്നെ മാസത്തിൻ്റെ 2ാം പകുതി പല കാര്യങ്ങൾക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കും. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക. അതുകൊണ്ട് തന്നെ മകരം രാശിക്കാർ ഈ മാസം ഭയപ്പെടാതെ ക്ഷമയോടെ, സത്യസന്ധതയോടെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ശുഭമായി തീരും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: നിങ്ങളുടെ രാശിസ്വാമിയായ ശനിയുടെ ബീജമന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. ഓം പ്രാം പ്രീം പ്രോസഹ ശനീചരായ നമഃ നിങ്ങൾ ജപിക്കുക. ഓം നമഃശിവായ മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം 108 തവണ നിങ്ങൾ ജപിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്തോ 1 മണിക്കൂർ അകമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കളെ അവരെ മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. കൂടാതെ പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
തെരുവ് നായ്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ ഒരു നല്ല റെമഡിയാണ്. കൂടാതെ ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാമം നിങ്ങളുടെ നാവിന്മേൽ ഏത് സമയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम के बंसी बजते जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले